എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ആ വില്ലൻ അവന്റെ ഫോർ ഫിംഗർ അറ്റാക്ക് അതുപയോഗിച്ച് ഫ്രാങ്കിയെ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ ഫ്രാങ്കി അവൻ സിമ്പിൾ ആയിട്ട് അവന്റെ ബോഡിയിലുള്ള മെറ്റൽ പാർട്ട് ഉപയോഗിച്ച് ആ അറ്റാക്ക് എല്ലാം തന്നെ അങ്ങനെ പ്രിവെന്റ് ചെയ്ത് നിൽക്കും. വില്ലൻ ആണെങ്കില് ഫ്രാങ്കി ഒരു മനുഷ്യനാണോ എന്ന് ഒരുപാട് ഡൗട്ട് തോന്നും. വില്ലൻ വീണ്ടും അവന്റെ അടുത്തൊരു ടെക്നിക്ക് ഉപയോഗിച്ച് ഫ്രാങ്കിയെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴേക്കും ഫ്രാങ്കി അവനിപ്പോ അവന്റെ നീഡിൽ സ്റ്റൈല് അതുപയോഗിച്ച് ഒരുപാട് നീഡിൽസ് ആഞ്ഞു തുപ്പും. അത് കണ്ട് വില്ലൻ അവൻ രണ്ട് കൈയിലും ഗണ്ണെടുക്കും. അതിനുശേഷം ഫ്രാങ്കിയെ പോയിന്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോ ഫ്രാങ്കി അവൻ വിളിച്ചു പറയും, എനിക്കിപ്പോ നീയുമായി ഫൈറ്റ് ചെയ്യാൻ ടൈമില്ല, എത്രയും പെട്ടെന്ന് അടുത്ത ബോഗിയിലേക്ക് പോണെന്ന് പറഞ്ഞ് ഫ്രാങ്കി നൈസായിട്ട് മുൻപോട്ടേക്ക് ഓടും. അത് കണ്ട വില്ലനും ഫ്രാങ്കിയുടെ തൊട്ടു പിന്നാലെ ഓടി വരികയാണ്. വില്ലനാണെങ്കില് ചറപറ ഷൂട്ട് ചെയ്ത് ഫ്രാങ്കിയുടെ പിന്നാലെ വരും. ഓൾറെഡി ഫ്രാങ്കിയുടെ പുറകില് മെറ്റൽ പാർട്സ് ഇല്ല, അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് വേദനയില് നിലവിളിക്കും. എന്നിട്ട് അടുത്ത സെക്കൻഡ് അവന്റെ കയ്യിലുള്ള ഗണ്ണ് അത് വെച്ച് ഇപ്പൊ അവനെ അറഞ്ച വെടിവെക്കും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ വെടിവെപ്പിന് അവസാനം നമ്മുടെ ഫ്രാങ്കി അവൻ കൈയും വിരിച്ചു വെച്ച് ഇപ്പൊ ആ ബോഗിയുടെ മേലെ അങ്ങനെ കിടക്കാണ്. ഫ്രാങ്കി പറയും, ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നീ ഷൂട്ട് ചെയ്യ്, എന്റെ പുറകില് മാത്രമാണ് മെറ്റൽ പീസസ് ഇല്ലാത്തത്, മുൻപില് എല്ലാം തന്നെ മെറ്റൽ പീസസ് ആണ്. ആക്ച്വലി നമ്മുടെ ഫ്രാങ്കി ഇപ്പൊ വില്ലനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓൾറെഡി ഉസോപ്പ് അവൻ റോബിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അവൻ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരുന്നത് വരെ ഇവനെ ഡൈവേർട്ട് ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടമാണെന്ന് അവന് നന്നായിട്ട് അറിയാം. കട്ട് ചെയ്ത റോബിനാണെങ്കിൽ വീണ്ടും ചോദിക്കും, നീ എന്തിനാ വീണ്ടും ഇവിടേക്ക് വന്നേ? ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ എനിക്കിനി നിങ്ങളുടെ ടീമിൽ ചേരാൻ താല്പര്യമില്ല എന്ന്. പക്ഷെ അപ്പോഴും നമ്മുടെ ഉസോപ്പ് അവൻ ക്യാരക്ടർ വിടാൻ തയ്യാറാവില്ല. ഉസോപ്പ് പറയും, ഞാൻ ആക്ച്വലി ഈ വേൾഡിൽ വെച്ച് നമ്പർ 1 സ്നൈപ്പർ ആണ്, ദ റിയൽ സ്നൈപ്പർ കിങ്. ഈ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് എന്റെ കൂടെ വായോ, ഞാൻ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് തിരികെ കൊണ്ടുപോവാം. പിന്നീട് പഴയതുപോലെ വളരെ ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ നിനക്ക് ജീവിക്കാം. അതിന് റോബിൻ ദേഷ്യപ്പെട്ടു പറയും, ബ്ലഡി ഫൂൾ, നിന്റെ ഈ നീണ്ട മൂക്ക് അത് കാണുമ്പോൾ തന്നെ എനിക്കറിയാം നീ ആരാണെന്ന്. അതിന് ഉസോപ്പ് പറയും, മൂക്കിലൊന്നും ഒരു കാര്യമില്ല, നിനക്കൊരു കാര്യം അറിയോ? സാഞ്ചിയും ഫ്രാങ്കിയും അവർ രണ്ടുപേരും ഇപ്പൊ രണ്ട് വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ആ ഗ്യാപ്പിലാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. ലൂഫിയും സോറോയും നാമിയും ചോപ്പറും അങ്ങനെ വലിയൊരു സംഘം തന്നെ നമ്മളെ അന്വേഷിച്ച് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോഗിയില് ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇരു ചെവി അറിയാതെ വലിയൊരു ഫൈറ്റ് ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാം. റോബിൻ അടിച്ചു പറയും, ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത്, ഞാൻ ഇവിടുന്ന് എവിടേക്കും വരില്ല. അത് കേട്ട് ഉസോപ്പ് ചിരിക്കും. കാരണം റോബിൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഉസോപ്പിനും നമ്മുടെ ആൾക്കാർക്ക് എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് അറിയാം. സോ റോബിനെ വിട്ടുപോവാൻ ഉസോപ്പ് തയ്യാറാവില്ല. നമുക്ക് പഴയതുപോലെ ഇനിയും ഹാപ്പി ആയിട്ട് ഒരുപാട് ദൂരം മുൻപോട്ട് പോകാനുണ്ട്. അത് കേട്ട് റോബിൻ അവള് ഷോക്കാവും. റോബിൻ ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആവും. അതിനുശേഷം അവൾ നിലവിളിച്ചു പറയും, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം, എന്റെ അടുത്തേക്ക് ആരും വരണ്ട. ഇതെന്റെ മാത്രം തീരുമാനമാണ്, ഇത് ചേഞ്ച് ചെയ്യാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. ഞാൻ ഒരു കാരണവശാലും അത് ചേഞ്ച് ചെയ്യാനും പോകുന്നില്ല. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അവള് നിലവിളിക്കുന്ന സൗണ്ട് അതിപ്പോ അടുത്ത കമ്പാർട്ട്മെന്റിൽ കേൾക്കും. ഉടനെ CP9 ടീമിലെ ആ മീശക്കാരൻ അവൻ അങ്ങനെ നടന്ന് റോബിന്റെ അടുത്തേക്ക് വരും. അവൻ റോബിനോട് പറയും, നീ ഒച്ച വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഏതാനും നിമിഷങ്ങൾക്കുള്ളില് നമ്മൾ ഗവൺമെന്റ് ബേസിലെത്തും, അവിടെ എത്തിയ എല്ലാ കാര്യത്തിനും തീരുമാനമാവുമെന്ന് പറഞ്ഞ് അവനിപ്പോ അവളെ നോക്കും. അവനാണെങ്കില് അവളെ കണ്ട് വണ്ടടിക്കും. കാരണം അവളുടെ കൈ ഇപ്പോ ഉസോപ്പിന്റെ കൈ പോലെയാണ്. ഉസോപ്പ് ഒളിച്ചിരിക്കുന്നത് അത് മറ്റെവിടെയോ അല്ല, റോബിന്റെ ഡ്രസ്സിന്റെ അടിയിലാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഫ്രാങ്കിയെ കാണിക്കും. അവൻ മണിക്കൂറുകളോളം ആ ബോഗിയുടെ മേലെ കൈയൊക്കെ വിരിച്ചു വെച്ച് അങ്ങനെ കിടക്കാണ്. വില്ലനാണെങ്കില് അവന്റെ ദേഷ്യവും ക്ഷമയും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അങ്ങനെ പല്ലി കടിച്ചു നിൽക്കും. ഉടനെ ഫ്രാങ്കി അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ ബോഡി പാർട്ട് അത് മുൻപിലേക്ക് കൊണ്ടുവരും. ബാക്കിയുള്ള മുകളിലെ ഭാഗം അത് പുറകിലേക്കും വെച്ച് ഒരു പ്രത്യേക രൂപത്തിൽ വന്ന് ആ വില്ലനെ പേടിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ വില്ലനാണെങ്കില് ചിരി അടക്കാൻ കഴിയാതെ ഇപ്പൊ ഫ്രാങ്കിയെ കളിയാക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫിയുടെ ട്രെയിൻ കാണിക്കും. അവിടെ നാമി ആണെങ്കില് ലൂഫിയെ നോക്കി ഒരുപാട് ചീത്ത പറഞ്ഞ്
തിരികെ ട്രെയിനിലേക്ക് വിളിക്കും. അതിനവൻ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിവിടെ ഒരുപാട് ഇഷ്ടായി, ഇവിടെ ഇരുന്ന നല്ല കാഴ്ചകളൊക്കെ കാണാന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ പാട്ടൊക്കെ പാടി അങ്ങനെ എൻജോയ് ചെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇവിടെ ഫ്രാങ്കി ടീംസിനെ കാണിക്കും. അവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡിയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ കളിച്ച് ടൈം സ്പെൻഡ് ചെയ്യാണ്. സോറോ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ഈ സമയത്തും കുട്ടികളെ പോലെ പെരുമാറാണോ? എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വെപ്പൻസ് അത് മുഴുവൻ ക്ലീൻ ചെയ്ത് ഷാർപ്പൻ ചെയ്ത് യുദ്ധത്തിന് തയ്യാറായി നിൽക്ക്. നമ്മൾ ഓൾമോസ്റ്റ് സീ ട്രെയിനിന്റെ അടുത്തേക്ക് എത്താനായി കഴിഞ്ഞിരിക്കുകയാണ്. അത് കേൾക്കേണ്ട താമസം ഫ്രാങ്കി ടീം അവര് ഡ്രസ്സും ജാക്കറ്റും വെപ്പൻസ് ഒക്കെ ഇട്ട് ഇപ്പൊ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. സോറോ പറയും, ഓരോരുത്തരായിട്ട് വിൻഡോയിലൂടെ പുറത്തേക്ക് കടക്കണം. അത് കേൾക്കേണ്ട താമസം ആ ഫ്രാങ്കി ടീംസ് അവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഇപ്പൊ ആ ജനലിലൂടെ തല പുറത്തേക്കിട്ട് അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പൊ അതേസമയം ആ ഒരു സീ ട്രെയിൻ അതങ്ങനെ സൂം ചെയ്ത് കാണിക്കും. ആക്ച്വലി അത് സീ ട്രെയിനിന്റെ സാഞ്ചി അൺലോക്ക് ചെയ്ത് വിട്ട ആ ഒരു കമ്പാർട്ട്മെന്റ് ആണ്. അവരാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കിടന്ന് നിലവിളിച്ച് കൊണ്ടേയിരിക്കും. കാരണം ആരെങ്കിലും വന്ന് അവർ റെസ്ക്യൂ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർ അക്വാലോകിൽ പെട്ട് മരിച്ചു പോവും. അപ്പോഴായിരിക്കും ദൂരത്തു നിന്നായിട്ട് നമ്മുടെ ആൾക്കാരുടെ ട്രെയിനിന്റെ ആ ഒരു ലൈറ്റ് കാണുക. അവര് കരുതും അതൊരു കപ്പലാണെന്ന്. അവര് രക്ഷിക്കണേ, സേവ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് കരയാൻ തുടങ്ങും. വില്ലന്മാരാണെങ്കിൽ ഇപ്പൊ ജനലിലൂടെ പുറത്തേക്ക് നോക്കും. അപ്പൊ അവര് കാണും അതൊരു കപ്പലല്ല, മറിച്ചൊരു ട്രെയിനാണ്. ഇത് ഏത് ട്രെയിനാണ്? ഇങ്ങനെ ഒരു ട്രെയിൻ അത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അതേസമയം ഇവിടെ ചോപ്പറും ടീമും അവരും കണ്ടുപിടിക്കും അതാ സീ ട്രെയിനിന്റെ വേറൊരു ബോഗി മാത്രമാണെന്ന്. അതാരോ ട്രെയിനിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യിപ്പിച്ചതാണ്. ചോപ്പർ ടെൻഷനായിട്ട് പറയും, ഒരു പക്ഷേ അതിൽ സാഞ്ചിയോ ഫ്രാങ്കിയോ ഉസോപ്പോ ഉണ്ടെങ്കിലോ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ അപകടമാണ്. നമ്മുടെ ഈ ട്രെയിൻ അത് അതിൽ പോയി ഇടിച്ച് ആ ബോഗി മുഴുവനായിട്ടും തകർന്നു പോവും. അങ്ങനെ സംഭവിച്ചുകൂടാ, എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം. അത് കേട്ട് ലൂഫി പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ആദ്യം ഞാൻ പോയി ആ ബോഗി അത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവനവന്റെ കൈ അതങ്ങനെ നീട്ടി ഇപ്പൊ ആ ബോഗിയിൽ പിടിക്കും. അടുത്ത സെക്കൻഡ് ലൂഫി ആ ബോഗി തകർത്ത് അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് വരും. അവന്റെ ബോഡിയിലാണെങ്കിൽ വലിയൊരു മരക്കഷ്ണം അങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുകയാണ്. അവനാണെങ്കിൽ ഉസോപ്പ് ഫ്രാങ്കി എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവരുടെ ആരുടെയും റെസ്പോൺസ് അവന് കിട്ടില്ല. അപ്പോഴായിരിക്കും ആ വില്ലന്മാർക്ക് മനസ്സിലാവുക ഇവനും ആ ഫ്രാങ്കിയുടെ ടീമാണ്. സോ ഒരു കാരണവശാലും ഇവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ഒരുപാട് ഗണ്ണുകളൊക്കെ അങ്ങനെ പോയിന്റ് ചെയ്ത് അറിഞ്ഞ പുറഞ്ഞ് ഷൂട്ട് ചെയ്യും. നമ്മുടെ ലൂഫി അവൻ റബ്ബർ ആയതുകൊണ്ട് തന്നെ ഒരു ബുള്ളറ്റ് പോലും അവന്റെ ബോഡിയിൽ കൊള്ളില്ല. ലൂഫി വീണ്ടും കാഷ്വലായി സാഞ്ചി റോബിൻ എന്നൊക്കെ വിളിച്ച് മുൻപോട്ട് നടക്കും. അപ്പൊ അടുത്ത കണ്ട ഒരുത്തന്റെ മുടിയിൽ പിടിച്ച് അങ്ങനെ വലിച്ച് അവനോട് ചോദിക്കും, നീ സാഞ്ചിയെ കണ്ടോ? അതിനവനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ലൂഫി ആണെങ്കിൽ നിലവിളിച്ച് പറയും, നമ്മുടെ സാഞ്ചിയും റോബിനും ഒന്നും ഈ കമ്പാർട്ട്മെന്റിലില്ല. അത് കേട്ട് ചോപ്പർ അവൻ ടെൻഷനാവും. കാരണം ആ ഒരു ബോഗി അതിപ്പോ ഇവര് പോകുന്ന ട്രെയിനിന്റെ തൊട്ട് മുൻപിലാണ്. ട്രെയിൻ ആ ബോഗിയിൽ ഇടിച്ച ഉറപ്പായിട്ടും ട്രെയിനിനും ഡാമേജ് സംഭവിക്കും. ഉടനെ ഫ്രാങ്കി ഫാമിലി അവര് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു കമ്പാർട്ട്മെന്റിൽ മുഴുവൻ ഗവൺമെന്റിന്റെ ആൾക്കാരാണ്. സോ നമുക്ക് ബോംബും ഗണ്ണൊക്കെ വെച്ച് അത് തകർത്ത് കളയാന്ന് പറഞ്ഞ് ഇപ്പൊ ഫ്രാങ്കി ഫാമിലി ആ ഒരു ബോഗിയെ ഫോക്കസ് ചെയ്ത് അങ്ങനെ കിടക്കും. അതേസമയം ലൂഫി അവനിപ്പോ സോറോ നോക്കി ഒരു സിഗ്നൽ കാണിക്കും. കാര്യം പിടികിട്ടിയ സോറോ അവനിപ്പോ ആ ട്രെയിനിന്റെ മുൻപിലേക്ക് വരും. അതിനുശേഷം ട്രെയിൻ ആ ബോക്സിന്റെ ക്ലോസ് എത്തിയ ഉടനെ അവനവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ബോക്സ് രണ്ടായിട്ട് ഒരൊറ്റ വെട്ടുകൊടുക്കും. ആ ഒരു വെട്ടില് കമ്പാർട്ട്മെന്റ് രണ്ടായിട്ട് തകർന്ന് ഇപ്പൊ ട്രെയിൻ അതിലൂടെ മുൻപോട്ടേക്ക് കുതിച്ചു പായും. ലൂഫി സിമ്പിൾ ആയിട്ട് ആ ട്രെയിനിലേക്ക് അങ്ങനെ കയറും. ഇവിടെ സോറോ വെട്ടിയിട്ട ആ ഒരു ട്രെയിനിന്റെ പാർട്സില് നേവി ആൾക്കാരെല്ലാവരും ഇപ്പോ അങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സോറോ കാണിക്കും. അവൻ ദൂരത്തായിട്ട് എന്തോ ഒന്ന് കാണും. അവൻ അവന്റെ സ്കാർഫ് അതെടുത്ത് തലയിൽ കെട്ടും. അപ്പൊ യുദ്ധം അത് അവസാനിച്ചിട്ടില്ല, ഇനിയും യുദ്ധം ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് അവൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് കടലില് ഒരു സീക്കിങ് അതിനെ ആരോ രണ്ടായി വെട്ടിയിട്ടിരിക്കുകയാണ്. സോറോ ആണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ ടീമില് അത്രയും പവർഫുൾ ആയ ആരോ ഒരാളുണ്ട്. സോ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് വമ്പ സ്റ്റൈലില് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.